നല്ല ഒരു കാര്യത്തിന് ഇറങ്ങിയ അത് സാധിച്ചിട്ടേ തിരിച്ചു കയറുന്നു. നന്ദനെ പൊക്കിയത് ഞാൻ അയച്ച ആൾക്കാരാ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോദേവി ഇസബല്ലയുടെ കൊടും ക്രൂരതയാണ് ഇനി വരാൻ പോകുന്നത്. അതേ കൂട്ടുകാരെ, നന്ദനെ ഇസബല്ലയുടെ ആൾക്കാർ വന്ന് പിടിച്ചുകൊണ്ട് പോവുകയാണ്. ശേഷം നമ്മുടെ ദേവിക നന്ദനെ കാണാൻ വേണ്ടി മുറിയിലേക്ക് ചെല്ലുമ്പോൾ നന്ദൻ അവിടെ ഇല്ല. അപ്പൊ ഈ കാര്യം നമ്മുടെ പ്രഭാവതിനെ സിദ്ധാർത്ഥൻ അറിയിക്കുന്നുണ്ട്. നന്ദൻ ഇവിടെ ഇല്ല, നന്ദനെ ആരോ മാറ്റിയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം നമ്മുടെ ദേവിക അവരെ അറിയിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആണെങ്കിൽ നമ്മുടെ പ്രഭാവതി ഭയങ്കര കരച്ചിൽ തുടങ്ങി. എനിക്ക് എന്റെ മോനെ കാണണം, സിദ്ധു എന്തെങ്കിലും ചെയ്യുന്നൊക്കെ പറഞ്ഞ് അവള് ബഹളമൊക്കെ തുടങ്ങി. അപ്പുറത്ത് നമ്മുടെ ഇസബല്ല അപ്പയോട് പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ അപ്പ, അതായത് ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങും, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും. എന്റെ ആൾക്കാരാണ് അവനെ മാറ്റിയത്. ഇനി അവനെ കാണുന്നെങ്കിൽ ചന്ദ്രോത്തുകാർ എന്റെ കാല് പിടിക്കേണ്ടി വരും എന്ന് പറയുക കേട്ടോ. അപ്പൊ ഇസബല്ല അപ്പൊ കടുത്ത വാശിയിൽ തന്നെ നിൽക്കുവാണേ. അപ്പൊ നമ്മുടെ പപ്പ പറയുന്നുണ്ട്, നിന്റെ ഈ കളികളൊക്കെ ഭയങ്കര നാശത്തിലേക്കായിരിക്കും ചെന്ന് പെടാൻ പോകുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ ഇസബല്ല ഭയങ്കര കൂളായിട്ട് അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുവാണേ. ഇനി എന്തൊക്കെയായി തീരും എന്നുള്ളത് കണ്ടു തന്നെ അറിയാട്ടോ. നമ്മുടെ ദേവിക തന്നെ നേരിട്ട് ഇറങ്ങേണ്ടി വരും നമ്മുടെ നന്ദനെ രക്ഷിക്കാൻ വേണ്ടി. അല്ലെ കൂട്ടുകാരെ, നമ്മുടെ ഇസബലയുടെ കർമ്മത്തിട്ട് നമ്മുടെ ദേവിക ഒന്ന് പൊട്ടിക്കുന്നത് നമുക്ക് ഏവർക്കും ഒരു ഇഷ്ടപ്പെട്ട കാഴ്ച തന്നെയായിരിക്കും. അത് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ, അല്ലെ? കാത്തിരിക്കട്ടെ. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.